ഹലോ ഫ്രണ്ട്സ്, നാളെ നടക്കുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഇന്നത്തെ ക്ലാസ് നാളെ പരീക്ഷയുള്ള കൂട്ടുകാർ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇതിനു മുമ്പേ നമ്മൾ പാർട്ട് 1 ആയിട്ട് ഷുവർ ഷോട്ട് കറണ്ട് അഫെയർ ചോദ്യങ്ങളുടെ ക്ലാസ് ഇട്ടിരുന്നു, അതുകൊണ്ടൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങളുടെ ക്ലാസ് ഇട്ടിരുന്നു, അതുകൊണ്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒട്ടും തന്നെ സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ നാളത്തെ ഒരു മാർക്ക് ഈ ഒരു നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒന്നിലധികം മാർക്കോ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പഠിച്ചങ്ങ് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. AS രാജീവ്. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു നോക്കുക, പഠിച്ചു പോകുക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? AS രാജീവ്. കേന്ദ്ര വിജിലൻസ് ആണ്, നോട്ട് ചെയ്തോണേ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. അപ്പം ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. നോട്ട് ചെയ്തോണേ, മലയാളി നോട്ട് ചെയ്തോണേ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ്? AS രാജീവ്. AS രാജീവ്. ക്ലിയർ ആണേ? അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? പെഞ്ച് ടൈഗർ റിസർവ്. മഹാരാഷ്ട്രയിലാണ് ഈ പെഞ്ച് ടൈഗർ റിസർവ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വരുന്നത് എവിടെയാണ്? പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്ര. പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് കേട്ടോ, മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് മോചൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനും വളരെ നമുക്ക് സിമ്പിളായിട്ട് കോഡ് വെച്ച് പഠിക്കാം. മോചൻ. എന്താണ്? മൊബൈലിൻ്റെ ലഹരിയിൽ നിന്നല്ലേ കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതി. അപ്പം മൊബൈൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഐറ്റം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഐറ്റത്തിൻ്റെ വെച്ചോ മോചനം എന്താണ്? മോചിപ്പിക്കാനുള്ള പദ്ധതിയല്ലേ, അപ്പം മോചൻ. അപ്പോൾ ഈ മോചൻ പദ്ധതി എന്താണ്? കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? മോചൻ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. അപ്പം നിലവിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഒരു മാർക്ക് ഉറപ്പിച്ചോ. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്നുള്ളത് സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. ഓർത്ത് വെച്ചോ, ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. എത്രാമത്തെ ആണെന്നുകൂടി ഓർത്ത് വെച്ചോ? 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയണം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആരാണ്? 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മറക്കല്ലേ. നാളെ ഒരു മാർക്ക് ഈ ഒരു ചോദ്യം നാളെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചോളൂ. 100% ഉറപ്പാണ് ഈ ഒരു ചോദ്യം വരും എന്നുള്ളത്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന? 51ാമത്. ഒരു മാർക്ക് സെറ്റായേ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായി നിയമിതനായതാരാണ്? അനിൽകുമാർ. അപ്പോൾ സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായി നിയമിതനായതാരാണ്? അനിൽകുമാർ. ഇത് നമ്മൾ വളരെ നിയമനങ്ങൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ കോഡ് വെച്ചൊക്കെ പഠിച്ചതാണ്. ലോകായുക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്പാൽ എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിലെ അഴിമതി തടയാൻ. ലോകായുക്ത എന്താണ്? സംസ്ഥാനത്തെ അഴിമതി തടയാൻ വേണ്ടിയുള്ള സിസ്റ്റമല്ലേ ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോൾ അഴിമതി തടയൽ എന്ന് പറയുന്നത് എന്താണ്? തട്ടി നിൽക്കുക എന്നല്ലേ പറഞ്ഞത്? അഴിമതി നിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഴിമതി തടയുക എന്നത് പറയുന്നതിൻ്റെ വേറെ മീനിങ് അല്ലേ നിൽ എന്ന് പറയുന്നത്. അവിടെ നിൽ എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അഴിമതി അവിടെ നിൽ എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സംസ്ഥാനത്തെ പുതിയ ആ നിൽ എന്ന് പറയുന്നത് അനിൽകുമാറിന് നില്ലാന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ കണക്ട് ചെയ്യാലോ. അഴിമതി നിൽ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായി നിയമിതനായതാരാണ്? അനിൽകുമാർ. പുതിയ ലോകായുക്ത ആരാണ്? അനിൽകുമാർ. മറക്കരുത്. അടുത്തത്, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ ആണ്. നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചിലപ്പം കറണ്ട് അഫെയറിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതാണ്. അതായത് റാങ്ക് മേക്കിംഗ് കറണ്ട് അഫെയർ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളൊരു പോയിന്റാണ് ഇത് കേട്ടോ. നോട്ട് ചെയ്തോണേ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഡിസ്ട്രോഫിൻ. മറക്കല്ലേ.
പിന്നെ നമ്മുടെ പ്രീവിയസ് ആയിട്ട് ഈ വർഷം തന്നെ നടന്ന നിരവധി LDC പോലുള്ള നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. എന്നോട് പറയാം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്താണ്? കർത്തവ്യ പഥ്. റിപ്പീറ്റഡ് ആണ്, പ്രീവിയസ് ആണ്, ചോദിക്കാൻ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. കർത്തവ്യ പഥ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ കർത്തവ്യ പഥ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ ആ പാതയ്ക്കുള്ള പുതിയ പേരെന്താണ്? കർത്തവ്യ പഥ്. കർത്തവ്യ പഥ് മറക്കല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1 കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1 ക്ലിയർ അല്ലേ? അടുത്തത് ഭരണഘടനാ ഹത്യാ ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ജൂൺ 25. ഭരണഘടനാ ഹത്യാ ദിനം എന്നാണ്? ജൂൺ 25. അതുപോലെ തന്നെ അടുത്തിടെ നമ്മുടെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ആയത് ആരാണ്? ഉദയനിധി സ്റ്റാലിനാണ്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. നോട്ട് ചെയ്തോണേ, മുഖ്യമന്ത്രി അല്ല, ഉപമുഖ്യമന്ത്രി. ഈ നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ് നിലവിലെ? MK സ്റ്റാലിനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഉദയനിധി സ്റ്റാലിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. സ്റ്റാലിൻ, MK സ്റ്റാലിൻ്റെ മകനാണ് ഉദയനിധി സ്റ്റാലിൻ. അപ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി, മകൻ ഉപമുഖ്യമന്ത്രി. എന്താ അല്ലേ? അപ്പോൾ അങ്ങനെ പഠിച്ചു വെച്ചോണ്ട് തമിഴ്നാട്ടിൽ അടുത്തിടെ തമിഴ്നാട്ടിൽ ഉപമുഖ്യമന്ത്രി ആയത് ആരാണ്? ഉദയനിധി സ്റ്റാലിൻ. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിൻ. മറക്കല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2024 സെപ്റ്റംബറിൽ പുറത്തു വന്ന FSSAI റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ 2024 സെപ്റ്റംബറിൽ പുറത്തു വന്ന FSSAI റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ക്ലിയർ ആയേ? അടുത്തത് 2024 ഓഗസ്റ്റിൽ അറസ്റ്റിലായ ടെലഗ്രാം CEO ആരാണ്? പാവേൽ ദുറോവ് ആണ്. പാവേൽ ദുറോവ്. അപ്പോൾ 2024 ഓഗസ്റ്റിൽ അറസ്റ്റിലായ ടെലിഗ്രാം CEO ആരാണ്? പാവേൽ ദുറോവ്. നമുക്കറിയാം, നമ്മൾ ടെലഗ്രാമൊക്കെ നമ്മൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൂടുതലും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ടെലഗ്രാം നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ടെലഗ്രാമാണ് കൂടുതലായിട്ടും നമ്മുടെ കൂട്ടുകാരെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു 2-3 മാസത്തിന് മുമ്പ് എന്താണ്, ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പം ടെലഗ്രാം നിരോധിക്കുമോ എന്നുള്ള ടെൻഷൻ നമുക്കുള്ളിൽ വന്നിരുന്നു. അന്നേരം നമ്മുടെ എന്താണ് ആ ടെൻഷൻ വരാനുള്ള കാര്യം എന്തായിരുന്നു? നമ്മുടെ ടെലഗ്രാമിൻ്റെ CEO അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്ത ആരെയാണ്? പാവേൽ ദുറോവാണ്. കണക്ട് ചെയ്തോണേ. 2024 ഓഗസ്റ്റിൽ അറസ്റ്റിലായ ടെലിഗ്രാം CEO ആരാണ്? പാവേൽ ദുറോവ്. ക്ലിയർ ആയേ? അടുത്തതിലോട്ട് പോവാം. 2024 പ്ലാന്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ആരാണ്? ഡോക്ടർ S. ഫൈസി ആണ് കേട്ടോ. പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ എന്താണ്? 2024 പ്ലാന്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ആരാണ്? ഡോക്ടർ S. ഫൈസി ആണ്. അദ്ദേഹം ആരാണ്? പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. ക്ലിയർ ആയേ? അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിതാ പൈലറ്റാണ് മോഹന സിംഗ് കേട്ടോ. മോഹന സിംഗ്. അപ്പോൾ എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിതാ പൈലറ്റ് ആരാന്ന് ചോദിച്ചാൽ പറയണം മോഹന സിംഗ്. ക്ലിയർ ആയേ? അടുത്തത്, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് സമന്വയം കേട്ടോ. സമന്വയം. അടുത്തതിലോട്ട് പോകാം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഇടവയാണ്. ഇടവ കേട്ടോ. നോട്ട് ചെയ്താണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് എവിടെയാണ്? ഇടവയാണ് കേട്ടോ. ഇടവ. അതുപോലെ തന്നെ പ്രസാർ ഭാരതിയുടെ OTT എന്താണ്? ഓവർ ദ ടോപ്പ് ആണ്. പ്രസാർ ഭാരതിയുടെ OTT ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? വേവ്സ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. പ്രസാർ ഭാരതിയുടെ OTT ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? വേവ്സ് ആണ്. അതുപോലെ തന്നെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലെ 2024 വാക്കായി തിരഞ്ഞെടുത്തത് ഏതാണ്? മാനിഫെസ്റ്റ് ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലെ 2022, 2023 വർഷങ്ങളിലൊക്കെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണെന്നൊക്കെ ഉള്ളത് പരീക്ഷയ്ക്ക് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം 2024 ചോദിക്കാൻ ചാൻസ് ഉണ്ട് നാളത്തെ പരീക്ഷയ്ക്ക്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോ. കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? മാനിഫെസ്റ്റ് കേട്ടോ. മാനിഫെസ്റ്റ് മറക്കരുത്. അടുത്തത്, കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? കൽപ്പ, സുവർണ, കൽപ്പ ശതാബ്ദി. അപ്പം നോട്ട് ചെയ്തോണേ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? കൽപ്പ, സുവർണ, കൽപ്പ ശതാബ്ദി. ക്ലിയർ അല്ലേ?
അടുത്തത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഏതാണ്? ഇതുവരെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഏതാണ്? ഇതുവരെ. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ കാണുന്നതാണ്. അപ്പം നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ് കേട്ടോ, ജംദാർ ആണ് കേട്ടോ. അപ്പം നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് കേട്ടോ, ജാംദാർ ആണ്. അപ്പം ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ് നമ്മുടെ കേരളത്തിലെ നിലവിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത്. ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, 1 മാർക്ക് ഉറപ്പിച്ചു. അപ്പോൾ ഇതങ്ങ് പഠിച്ചു നോക്കുകയാണെങ്കിൽ നിതിൻ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മറക്കരുത്. അടുത്തത് G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷേർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? കുമരകമാണ് കേട്ടോ. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷേർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകം, മറക്കരുത്. അടുത്തത് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ യുണൈറ്റഡ് നേഷൻസ് അഥവാ UN തീരുമാനിച്ച ദിവസം എന്നാണ് മെയ് 25 കേട്ടോ. അപ്പം ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം എന്നാണെന്നൊക്കെ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം എന്നാണ്? മെയ് 25. അപ്പം മെയ് 25ൻ്റെ പ്രത്യേകത എന്താണ്? ലോക ഫുട്ബോൾ ദിനം. മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം എന്നാണ് ചോദിക്കാൻ നാളെ വളരെയധികം ചാൻസ് കൂടുതലാണ്. മെയ് 25, മറക്കരുതേ, മെയ് 25 പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. നമുക്കറിയാം ഈ അടുത്ത് നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ ഇലക്ഷൻ നടന്നിരുന്നു. അപ്പോൾ എന്താണ് പ്രത്യേക പദവി? നമുക്കറിയാം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞാണ് ജമ്മു കാശ്മീരിൽ. അതിനുശേഷം അവിടെ ഒരു ഇലക്ഷൻ നടന്നിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. അപ്പോൾ ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ നമ്മൾ PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് മുൻപത്തെ വർഷങ്ങളിൽ. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഒമർ അബ്ദുള്ള. അടുത്തത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്, നമ്മുടെ ലാലേട്ടനാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. അടുത്തത് 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയതാരാണ്? വിശ്വനാഥൻ ആനന്ദ്. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത് വിശ്വനാഥൻ ആനന്ദ്. അടുത്തത് നിലവിലെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. എന്താണ്? നിലവിലെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. ഇതൊക്കെ നമ്മൾ കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. കറണ്ട് അഫയേഴ്സ് CGSE കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ. അതിൽ എല്ലാ മന്ത്രിമാരുടെ ലിസ്റ്റ് നമ്മൾ ഓരോ കോഡൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചാണ്. എന്താണ് നമ്മൾ പഠിച്ചത്? വനിതാ ശിശു. വനിതകളെയും ശിശുക്കളെയും സംരക്ഷിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ദേവിയായിരിക്കും. അപ്പം ദേവി എന്താണ്? അന്നപൂർണ ദേവി കേട്ടോ. വനിതാ ശിശു കേട്ടോ. വനിതാ ശിശു ഒക്കെ വരുന്നതുകൊണ്ട് കൂടുതലും ആരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്? ദേവികളെയാണ്. അപ്പം അന്നപൂർണ ദേവി. അപ്പം നമ്മൾ അങ്ങനെ കണക്ട് ചെയ്താണ്. നിലവിലെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി കേട്ടോ. നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ ക്ലാസ്സസ് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് 1 മാർക്ക് ഷുവറാണ് കേട്ടോ, ചോദിക്കുവേ. പിന്നെ 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജന്റീനയാണ്. നോട്ട് ചെയ്ത് വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജന്റീന. അടുത്തത് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ആരാണ്? കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് കേട്ടോ. അപ്പോൾ എന്താണ്? മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേരെന്താണ്? നീലു. അപ്പോൾ എന്താണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേരെന്താണ്? നീലു. അടുത്തത് നിലവിലെ കേന്ദ്ര പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ ക്ലാസ് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്തത് പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണെന്ന്
ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, 89.45 മീറ്റർ. അപ്പോൾ പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? 89.45 മീറ്റർ. 89.45 മീറ്റർ. അടുത്തത് UN മാനവ വികസന സൂചിക 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ്? 134 സ്ഥാനമാണ് കേട്ടോ, 134 സ്ഥാനം. അതുപോലെ തന്നെ വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അപ്പോൾ വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്തത് രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം നേടിയത് എവിടെയാണ്? കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. അതുപോലെ തന്നെ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ്? നമ്മുടെ വയനാടാണ്. അപ്പോൾ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏതാണ്? നമ്മുടെ സ്വന്തം വയനാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് ഉപകാരമാകുന്ന തരത്തിലുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാക്സിമം ഇതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഇതിനു മുമ്പേ നമ്മൾ ചെയ്തിട്ടുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയറിൻ്റെ പാർട്ട് 1 ഉണ്ട്, അതോടെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തു നിന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ നോബൽ പ്രൈസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, കേന്ദ്ര മന്ത്രിസഭ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയർ സീരീസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ക്ലാസ്സസ് എല്ലാം. മാക്സിമം നിങ്ങൾ കണ്ടിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നാളെ നല്ല രീതിയിൽ നമ്മുടെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരെല്ലാം നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. അപ്പം ഉന്നതമായ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ. അപ്പോൾ നമ്മുടെ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.